ഹലോ ഗായ്സ്, വീടിൻ്റെ പണിയൊക്കെ അങ്ങനെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചെടി വെക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഉള്ളത്. അങ്ങനെ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നതാണ്. കുറച്ച് ചെടിയൊക്കെ വെച്ചു. നമ്മുടെ കയ്യിലുള്ള ചെടികൾ തന്നെയാണ് നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പഴയ വീട്ടിൽ കുറച്ച് ചെടികളുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഇലച്ചെടികൾ നോക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. വീട്ടിലെ ഫ്രണ്ടിലുള്ള ആ സ്പേസിലും ആ സൈഡിലുള്ള സ്പേസിലും എല്ലാം കൂടുതലും ഇലച്ചെടികൾ വെച്ച് തന്നെ ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേനും. വീട്ടിലെത്തിയപ്പോഴത്തേനും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയും ഒരു ഹെയർ സ്ട്രൈറ്റ്നറും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സ്പ്രേ ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആയിരുന്നു, വൈറ്റ് കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചൊരു പെർഫ്യൂം ബേസ്ഡ് ആണ്, എന്നാൽ അധികം മണമൊന്നുമില്ല, ചെറിയൊരു മണമുണ്ട്. പിന്നെ നമ്മൾ എത്രയൊക്കെ ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഹെയറിന് അത്ര നല്ലതല്ല ഇതൊന്നും യൂസ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഹെയർ സ്ട്രൈറ്റ്നർ ആണെങ്കിലും അതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നീളമുള്ള ടൈപ്പായിരുന്നു. കൈയുടെ ഏകദേശം മുട്ടിൻ്റെ മേളിൽ നിൽക്കുന്ന അത്രയും ലെങ്ത് ഉണ്ടായിരുന്നു അതിന്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് റേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണെന്നുള്ളത് അറിയില്ല, നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.